സിനിമയിൽ അഭിനയിക്കുന്നവരല്ലേ, അഭിനയ ചക്രവർത്തിമാരല്ലേ. അപ്പൊ അവര് വന്ന് ഈ ഗവൺമെന്റിനെ പറ്റി അവർക്കുള്ള ധാരണ എന്താണോ അതിന്റെ നേരെ വിപരീതമായിട്ട് പ്ലസ് 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 ആയിട്ട് പുകഴ്ത്തി പാടി പുകഴ്ത്തി അങ്ങ് സംസാരിക്കും. നടന് തന്നെ പറയാമായിരുന്നു, ഞാൻ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്നു, എനിക്ക് തന്ന എല്ലാ ഇതും ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവരെ 4 പേർക്ക് 10 പേർക്ക് 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാം. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെ എത്തിച്ചാണ് പിണറായി സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത്. കിറ്റ് കൊടുത്ത് വോട്ട് നേടിയതുപോലെ ഇതിന് പിന്നിലും വോട്ട് തട്ടലാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും വോട്ട് തട്ടലാണ് ലക്ഷ്യം. ഈ മഹാരഥന്മാരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരല്ലേ, അഭിനയ ചക്രവർത്തിമാരല്ലേ. അപ്പൊ അവര് വന്ന് ഈ ഗവൺമെന്റിനെ പറ്റി അവർക്കുള്ള ധാരണ എന്താണോ അതിന്റെ നേരെ വിപരീതമായിട്ട് പ്ലസ് 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 ആയിട്ട് പുകഴ്ത്തി പാടി പുകഴ്ത്തി അങ്ങ് സംസാരിക്കും. അതോടെ ഇപ്പോൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, അതായത് ഗവൺമെന്റ് വോട്ട് കൊടുക്കണോ എന്നൊരു സംശയ ദൃഷ്ടിയോടെ ഇരിക്കുന്ന ആൾക്കാർ പോലും അയ്യോ കണ്ടില്ലേ മഹാനടന്മാരൊക്കെ വാഴ്ത്തി പുകഴ്ത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ജീവിതകാലം മുഴുവനും മുഖ്യമന്ത്രി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കൊടുക്കാൻ ശ്രമിച്ചേക്കാം. ആ വിശ്വാസത്തോടു കൂടിയാണ്, ആ പ്രത്യാശയോടു കൂടിയാണ് അവരെ 3 പേരെയും വിളിച്ചിരിക്കുന്നത്. അവരെ 3 പേരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതിലുള്ള ചെലവ്, ആ ചെലവെടുത്ത് ഈ പാവപ്പെട്ടവർക്ക്, ഈ ദരിദ്രരേക്ക് താഴെയുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു പേരുടെ വീട് ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയേനെ. അതായത് ഈ നവംബർ മാസത്തിൽ തന്നെ കുറച്ചു പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റിയേനെ. അന്ന് മോഹൻലാലിന് വേണ്ടിയിട്ട് നടത്തിയല്ലോ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ സ്വീകരണവും ഒക്കെ, അതിനുവേണ്ടി എത്രയാണ് 3 കോടിക്ക് അടുത്ത് തുകയാണ്, 2,80,00,000 മറ്റോ അതുണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പം ഇതൊക്കെ നടന് തന്നെ പറയാമായിരുന്നു, ഞാൻ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്നു, എനിക്ക് തന്ന എല്ലാ ഇതും ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവരെ 4 പേർക്ക് 10 പേർക്ക് 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഒന്നുകിൽ അവരുടെ മുൻപില് ചിറ്റിലപ്പള്ളി, അതുപോലെ തന്നെ യൂസഫ് അലി, ഇങ്ങനെയുള്ള മഹാരഥന്മാർ അവരുടെ മുൻപില് ഛായാചിത്രങ്ങളായിട്ട് വന്ന് നിന്നിരുന്നെങ്കിൽ അവരെന്തുമാത്രം സൽക്കർമ്മങ്ങളാണ് ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, വീടില്ലാത്തവർക്ക് ഒക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ മഹാനടന്മാർക്ക് ബിൽ ഗേറ്റ്സിനെ ഒന്ന് അനുകരിക്കാമായിരുന്നു. ബിൽ ഗേറ്റ്സിനോട് പത്രക്കാര് നിങ്ങളുടെ ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിരുന്ന സമയത്താണ് ചോദിക്കുന്നത്, 2-3 വർഷം മുൻപ് ചോദിച്ചപ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, എന്റെ സ്വത്ത് എന്റെ ചെലവിനുള്ള, അത്യാവശ്യം ചെലവിനുള്ളത് മാത്രം സൂക്ഷിച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് രോഗികൾക്കും അശരണർക്കുമായി, ലോകത്തെ രോഗികൾക്കും അശരണർക്കും HIV ബാധിതർക്കുമായിട്ട് ചെലവഴിക്കും, മാറ്റിവെക്കുമെന്ന്. അപ്പൊ പത്രക്കാരി ചോദിച്ചു, അപ്പൊ താങ്കളുടെ മക്കളോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അവർക്ക് നല്ല സമ്പാദന ശേഷിയുള്ള നല്ല തൊഴിലുണ്ട്, അവരതുകൊണ്ട് ജീവിച്ചുകൊള്ളും, ഞാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ മഹാനടന്മാര്, ഈ വന്ന ഈ 3 മഹാനടന്മാരും അതുപോലെയുള്ളവരെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് അവർ ചെയ്യുന്നത് പോലെയുള്ള സത്പ്രവർത്തികൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ തന്നെ കേരളത്തിലെ ഈ അതിദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരാരും അതൊന്നും ചെയ്യുന്നവരല്ല. അവരുടെ പ്രതിഫലം ഓരോ അഡ്വർടൈസ്മെന്റിന് നിന്ന് കൊടുക്കുമ്പോഴും എത്ര ലക്ഷങ്ങളാണ് അവർ പ്രതിഫലം വാങ്ങുന്നത് എന്ന് ആ അഡ്വർടൈസിങ് ഏജൻസീസിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവര് വരും, പിണറായിക്ക് പുകഴ്ത്തുപാട്ട് പാടും, പോകും, പിണറായിക്ക് കൂടുതൽ വോട്ട് കിട്ടും, ഒരു പക്ഷെ പിണറായി 3ാം പ്രാവശ്യവും വന്നെന്ന് വരാം. പക്ഷേ ഈ മലയാളികള് എന്താ പറയുക, വിദ്യാഭ്യാസത്തോടൊപ്പം വിവേകവും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, കേരളം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ അതെയോ അകന്നു പോവുകയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ചാൽ അവരെ ശരിയായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിതി ആയോഗ് ചൂണ്ടിക്കാട്ടിയ ഈ 0.78 ആയിരുന്നു അവരുടെ ആദ്യ സർവേയിൽ. 2021 2024-25 സർവേയിലാണ് അത് 0.58% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കേരളത്തില് എന്ന് പറഞ്ഞത്.
അപ്പൊ ഈ 4-5 വർഷക്കാലം കൊണ്ട് കുറച്ച് കുറവ് വരുത്തി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക ദൈവതുല്യനായി കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സേവകരും ഒക്കെ വിചാരിച്ചു കാണും ഇത് അടുത്ത ഇലക്ഷന് കടന്നു വരാനുള്ള ഒരു നല്ല വഴിയാണ് എന്ന്. അതിദരിദ്രമില്ലാതെ കേരളത്തെ എന്താണ് വളർത്തിയിരിക്കുന്നു, വികസിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതായത് മലയാളി കേരളത്തിൽ ഇല്ലാത്ത മലയാളികൾ, അതായത് പ്രവാസികളായിട്ടുള്ള മലയാളികളും എല്ലാം അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരും എല്ലാവരും ഇവിടുത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് ഗവൺമെന്റിനെ വാനോളം പുകഴ്ത്തും. അങ്ങനെ അതായത് ഇപ്പൊ ഇന്ത്യയില് പേരിനൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ആ ഗവൺമെന്റിന്റെ പേരിലാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു മൂന്നാം വരവ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും തൽക്കാലം ഭരണം പിടിക്കാൻ കമ്മ്യൂണിസ്റ്റിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അധോഗതിയിലേക്ക് ഒരു ദേശീയ പാർട്ടി എന്ന മുഖച്ഛായ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസം മാറിപ്പോകരുത് എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഷോർട്ട് കട്ടുകൾ, അതായത് വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്ന രീതിയിലായിരിക്കണം ദരിദ്രരില്ലാത്ത കേരളത്തെ മാറ്റാൻ പോകുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നും തന്നെ വസ്തുതാപരമായി നോക്കിയാൽ നമുക്ക് അംഗീകരിക്കാനാവുന്ന കാര്യങ്ങളല്ല. പട്ടിണി, അതായത് ആഹാരം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അതുപോലെ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണങ്ങൾ ഏറ്റെടുക്കുക. ഇങ്ങനെ ഓരോരോ കാരണങ്ങളാണ് ഓരോ കടമ്പകൾക്ക് ചാടിക്കടക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ കാരണങ്ങൾ ഒന്നും തന്നെ വസ്തുനിഷ്ഠമല്ല. കാരണം ഈ ഗവൺമെന്റിന് ഇനി 6 മാസമേ ഉള്ളൂ. ആ 6 മാസം കഴിഞ്ഞ് ഈ ഗവൺമെന്റ് തന്നെ വന്നാൽ തന്നെയും ഇന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, അതായത് പ്ലാൻ ഫണ്ടിന്റെ 25% വെട്ടിക്കുറച്ചു എന്ന്. അങ്ങനെ ധനപ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന ഒരു ഗവൺമെന്റ് നിലനിന്നാൽ പോലും ഈ പറയുന്ന വാഗ്ദാനങ്ങൾ, അതായത് ഇത്ര 1000 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇത്ര 1000 പേർക്ക് വീട്ടിൽ ആഹാരം എത്തിച്ചു കൊടുക്കാം, അങ്ങനെ ആ പറയപ്പെടുന്ന അനൗൺസ്മെന്റിന്റെ ഗുണനിലവാരത്തിലേക്ക് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ, എല്ലാവരെയും അവർ കണക്കിലെടുത്തിട്ടുള്ളവരെ തന്നെ ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശം എവിടെ ഫിനാൻസ്, എവിടെ ധനമില്ല. എന്നിട്ടാണല്ലോ ഈ 4-ാം തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയായിട്ട് 2000 കോടി കടമെടുക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ കടത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ പറയപ്പെട്ട 1-ാം തീയതി കുറെ ഡിക്ലറേഷൻസ് നടത്തുക, അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന് അനൗൺസ് ചെയ്യുക, എന്നിട്ട് ദരിദ്രരേഖയ്ക്ക് താഴെ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോക്കറ്റിൽ പൈസ വേണ്ടേ? ഇപ്പൊ തന്നെ എന്താണ്, ട്രഷറിയിലെ ബില്ലുകൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ബില്ലുകൾ ക്യൂ നിൽക്കുന്ന ട്രഷറിയിലേക്കാണ് ഈ അധിക ചെലവുകളുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഒന്നും നടക്കില്ല. അനൗൺസ്മെന്റ് ഒക്കെ നടത്തും. ആ അനൗൺസ്മെന്റിന്റെ ബലത്തില് 10 ലക്ഷം വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത് ഉന്തിന്റെ കൂടെ ഒരു തള്ളും എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഗവൺമെന്റിന് 3-ാം വട്ടം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തെളിയിക്കുമെന്ന ഒരു വിശ്വാസം, അതാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്.